എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിക്കുന്ന അയ്യപ്പസ്വാമിനെ വിളിച്ചുകൊണ്ട് ശ്രീരാജ കൊടുംപാതകം ചെയ്യാണ്. അയ്യപ്പസ്വാമി പറഞ്ഞു കെട്ടിച്ചാണ് ആ മണിമരത്തേല് ആ മണിയെ. അപ്പം അയ്യപ്പസ്വാമിയെ വിളിച്ചുകൊണ്ട് ആ മണിമരത്തിൽ നിന്ന് പോയി ആ മണിയൊക്കെ അഴിച്ചു മാറ്റുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇന്നൊക്കെ തന്നെയാണ് നമ്മൾ അവസാനം കണ്ടത്. അയ്യപ്പസ്വാമി മകേഷിന്റെ മദ്യപാനമൊക്കെ നിർത്തുവാണ്. ഉണ്ണിമോളും ഗിരിദേവനും ബാബുനും കൂടെ പിന്നീട് മകേഷിന്റെ വീട്ടിലേക്ക് വരുവാണ്. പാറമോൾക്ക് ഭയങ്കര സന്തോഷമായി. മകേഷ് പറഞ്ഞായിരുന്നു ഗിരിദേവനും ബാബുരും ഒക്കെ എന്നെ ഉപദേശിച്ചു. അവരുടെ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി എന്റെ തെറ്റുകളൊക്കെ. അതുകൊണ്ട് ഇനി ഞാൻ മേലിൽ മദ്യപിക്കില്ല, നമുക്ക് പുറത്തു പോവാം. പാറുമോളെ അമ്മേനെ ഞാൻ പുറത്തു കൊണ്ടാന്നൊക്കെ പറയാം. കുറെ കാലങ്ങൾക്ക് ശേഷം കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് മകേഷ് ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്. പാറുമോക്ക് ഭയങ്കര സന്തോഷം. എത്താൻ ജനിച്ചത് പിന്നെ അച്ഛന് ഒരു ദിവസം പോലും സ്വഭാവത്തോടെ കണ്ടില്ല. എന്നും മദ്യപിച്ചായിരുന്നു അച്ഛൻ വന്നുകൊണ്ടിരുന്നത്. അതിന്റെ പേരിൽ അമ്മയും അച്ഛനും എല്ലാ ദിവസവും വഴക്കുണ്ടാക്കുമായിരുന്നു. അത് കണ്ട് പാറുവിന് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നീട് മഹേഷ് വന്നിട്ട് അവരെ രണ്ടുപേരും പുറത്തേക്ക് കൊണ്ടുവന്നുണ്ട്. പോയിട്ട് തിരിച്ചെല്ലാം വന്നു കഴിഞ്ഞപ്പോ തന്നെ ഉണ്ണിമോളോടും ഗിരിദേവനോടൊക്കെ പാറു നന്ദി പറയുന്നുണ്ട്. ഗിരിദേവനോട് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ഗിരിദേവൻ കാരണമാണ് എന്റെ അച്ഛന്റെ മദ്യപാനം നിർത്തിയത്. എന്റെ അമ്മ എത്രമാത്രം സന്തോഷത്തിലാണെന്നറിയാവോ. എത്രയോ കാലമായിട്ട് എന്റെ അമ്മ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. എവിടെ ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ എല്ലാം പോയി പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ നേരുന്ന മടുത്ത് കഴിഞ്ഞിട്ട് അമ്മ ഡിവോഴ്സിന് ശ്രമിച്ചത്. പക്ഷേങ്കില് ഗിരിദേവനും അവരും വന്നതിന് ശേഷം മദ്യപാനം ഒക്കെ നിർത്തിയെന്ന് പറയാം. അനുവിനോട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പാറുമോളി ചെന്ന് പറയുന്നുണ്ടായിരുന്നു. അനുവിന് മനസ്സിലായി ഗിരിദേവൻ സാധാരണ കുട്ടിയല്ല, ഒരു അത്ഭുത ശക്തിയുള്ള കുട്ടി തന്നെയാണ്. അതിനുശേഷം കാണിക്കുന്നത് അനു സങ്കടമായിട്ട് വയ്യ. അനു ക്ഷേത്രത്തിലേക്ക് പോവാണ് പ്രാർത്ഥിക്കാൻ. ഇനിയിപ്പൊ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഒരു കാര്യമുള്ളൂ. ഭഗവാനെ വിളിച്ച് അപേക്ഷിക്കുക തന്നെ. അങ്ങനെ പോയിട്ട് അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ പോയിന്ന് കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുക. എന്റെ ഭഗവാനെ, എനിക്ക് ആ പണം എവിടുന്നേലും കിട്ടണം, അല്ലെങ്കിൽ കല്യാണം മുടങ്ങും. ഞാൻ എത്രയോ കാലത്തെ ആഗ്രഹം എന്നറിയാം എന്റെ ഈ കല്യാണം നടക്കണം എന്നുള്ളേ. ഓരോരോ തടസ്സങ്ങളായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ നീക്കി തടഞ്ഞെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് തിരുമേനി അങ്ങോട്ട് വന്നു. തിരുമേനി കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നീട് അനു അതിനോട് പറയുന്നുണ്ട്. അപ്പൊ അനുവിനോട് പറഞ്ഞു വിഷമിക്കണ്ട, ഗിരിദേവനോടൊന്ന് പറഞ്ഞു നോക്കാൻ വരായിരുന്നോ. ഞാനിന്ന് കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷെ അച്ഛൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അനർത്ഥം സംഭവിച്ചേ. ഗിരിദേവനോട് പറഞ്ഞു നോക്ക്, ഗിരിദേവൻ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയാണ്. പിന്നീട് അനു സങ്കടപ്പെട്ട് അങ്ങോട്ട് വരിക. പിന്നീട് അനു ഓർത്തെ ഇതൊക്കെ വിളിച്ച് ശ്രീരാജിനോട് പറയണ്ടേ. ശ്രീരാജ് അറിഞ്ഞില്ലെങ്കിൽ കൃത്യം മുഹൂർത്തനെ അറിഞ്ഞിട്ട് ആ വലിയ പ്രശ്നമാവും. അതിനു മുമ്പ് വിളിച്ചറിയിക്കാം. ഇവിടെ വരാൻ പറയാ, ക്ഷേത്രത്തിൽ വരെ. അങ്ങനെ ശ്രീരാജിനെ വിളിക്കുകയാണ് അനു. അനു വിളിച്ചിട്ട് പറഞ്ഞു, ഈ ക്ഷേത്രത്തിൽ വരെ ഒരു വരുമോന്ന് ചോദിക്കുക. എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. ഒരു അത്യാവശ്യ കാര്യം പറയാനാന്ന് പറയാം. അങ്ങനെ ശ്രീരാജ് വരുവാണ്. ശ്രീരാജ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനു ആ കാര്യങ്ങളൊക്കെ പറയണം. പണം മോഷണം പോയ കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീരാജ് പറഞ്ഞു, ഇതൊക്കെ ഇപ്പോഴാണ് പറയണേ. പണം മോഷണം പോയെങ്കിൽ ഇനി എങ്ങനെ കല്യാണം നടക്കുമെന്ന് ചോദിക്കണം. ശ്രീരാജ്, എവിടെ നിന്നാണെങ്കിലും ആ പണം കിട്ടും. പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ അച്ഛനും അമ്മ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും കിട്ടുമെന്ന് പറയാം. എവിടെ നിന്ന് കിട്ടാനാ? അത് മോഷ്ടിച്ചോണ്ട് പോയി തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? കല്യാണം നടക്കില്ല. ഇത് കാര്യം എന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മ ഒരിക്കലും സമ്മതിക്കില്ല ഈ കല്യാണത്തിന്. അറിയാലോ, കല്യാണത്തിന് മുമ്പ് തന്നെ പണം തലേദിവസമെങ്കിലും കിട്ടണം. ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല. എന്റെ അച്ഛൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. 1-2 രൂപയല്ലോ, 1 കോടി രൂപയോളം വേണ്ടേന്ന് ചോദിക്കണം. അതൊന്നും എനിക്കറിയണ്ട, ആ കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് പറയാ. പെട്ടെന്ന് അനു പറഞ്ഞു, നമ്മള് ആ മണിമരത്തെ മണി കെട്ടിയിട്ടുണ്ടല്ലോ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട്. ശ്രീരാജല്ലേ പറഞ്ഞേ എന്നെ ആജീവനാന്തകാലം നോക്കിക്കളാന്ന് പറഞ്ഞ് ഭഗവാന് സത്യം ചെയ്ത് കിട്ടിയ മണിയല്ലേ. എന്നിട്ട് ശ്രീരാജ് വാക്കു മാറുവാണെന്ന് അനു ചോദിക്കുകയാണ്. ശ്രീരാജ് അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അന്ന് അയ്യപ്പസ്വാമിയുടെ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാ അങ്ങനെ പ്രാർത്ഥിച്ച് പറഞ്ഞിട്ട് ആ മണി കൊണ്ടേ കെട്ടിയത്. ഓഹോ, ഇപ്പൊ ആ മണിയാ പ്രശ്നമല്ലേ. അതിപ്പൊ തന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ശ്രീരാജ് അങ്ങോട്ട് അഴിക്കാൻ പോണം. ശ്രീരാജ വേണ്ട, അത് ചെയ്യല്ലെന്ന് പറഞ്ഞ. പിന്നെ ആ ഒരു മണി, ആ മണി കാരണം ഇപ്പൊ കല്യാണം അങ്ങോട്ട് നടക്കുമല്ലേ എന്ന് പറഞ്ഞ് ശ്രീരാജ് പോയ അങ്ങോട്ട് അഴിക്കുകയാണ്. അനുവിന് വല്ലാത്ത സങ്കടമായിപ്പോയി. അനു 2 കണ്ണുകൾ നിറഞ്ഞു വന്നു. വാക്ക് പറഞ്ഞു കൊണ്ടേ കെട്ടിയ, രണ്ടുപേരും ഒരുമിച്ച് പോയി കെട്ടിയ മണിയാണ്. ആ മണി എടുത്തുകൊണ്ട് വന്നിട്ട് അനുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഈ മണിയല്ലേ പ്രശ്നം, ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ. ഞാൻ തന്ന വാക്ക് ഞാനും കൂടെ പിൻവലിക്കുക. ഇനി ഈ കാര്യം പറഞ്ഞോട് വരില്ലെന്ന് പറയാണ്. ഈ സമയത്ത് അയ്യപ്പസ്വാമിയും അവരും ഉണ്ണിമോളും കൂടെ അങ്ങോട്ട് വരുന്നേ. അയ്യപ്പസ്വാമി കണ്ടു ശ്രീരാജ് കാണിച്ച പരിപാടിയൊക്കെ. അയ്യപ്പസ്വാമിക്ക് വാക്ക് കൊടുത്തിട്ട് ചെയ്തതാണല്ലോ. അയ്യപ്പസ്വാമി പറഞ്ഞു, അനുവിന്റെ സങ്കടം കണ്ടപ്പോ അനുവിനോട് പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ, കല്യാണം നടക്കും. കല്യാണത്തിന് മുമ്പ് തന്നെ പണവും കിട്ടും, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയാണ്. അനുവിന് അപ്പോഴും വിശ്വാസം വന്നില്ല. എങ്ങനെ പണം കിട്ടാനെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ട് ഒരു വിവരവും ഇല്ല. ഇനിയിപ്പോ കല്യാണത്തിന് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ.
ഇതുവരെയും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലീസുകാരുടെ ഭാഗത്തൊന്നും ഒരു പ്രതികരണമൊന്നും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. അപ്പൊ അനുവിന്റെ സങ്കടം കണ്ടപ്പം അയ്യപ്പസ്വാമി ഇങ്ങനെ പറഞ്ഞ, പക്ഷെ ആര് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞില്ല, കല്യാണം നടക്കൂന്നാ പറഞ്ഞുള്ളൂ. പക്ഷെ ആരാ കല്യാണം കഴിക്കാൻ വരുന്നൊന്നും അറിയത്തുമില്ലായിരുന്നു. പിന്നീട് ശ്രീരാജ് ഇത്രയും പറഞ്ഞിട്ട് ശ്രീരാജ് മണിയും കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണ് ചന്തവും കൂട്ടരും കല്യാണിയും പാറും എല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നേ. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അനുചേച്ചി കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. എന്ത് പറ്റി അനുചേച്ചി, എന്താ കാര്യം ചോദിക്കാണ്. ഈ സമയത്ത് ഉണ്ണിമോള് പറയുന്നേ, കല്യാണത്തിലുള്ള പണം കിട്ടാത്തോണ്ടാ കരയുന്നത്. ഓ, അതിന് ഇവിടെ വന്ന് നിന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുവാണ്. ഈ സമയത്ത് അയ്യപ്പസ്വാമി പറഞ്ഞു, ഇവിടെ വന്ന് നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വന്നല്ലേ, ഭഗവാൻ പ്രാർത്ഥന കേൾക്കുമെന്ന് പറയാണ്. കൃത്യം കല്യാണത്തിന് മുമ്പ് തന്നെ അനുശേഷിച്ച് വീട്ടിൽ പണം എത്തിയിരിക്കുമെന്ന് പറയാണ്. കല്യാണത്തിലുള്ള തുക കിട്ടുമെന്ന് പറയാം. ചന്തുവിന് അങ്ങ് ചിരിയാ വന്നേ. ചന്തു പറഞ്ഞു, കൊള്ളാം, നല്ല കഥയായി. നീ പണം കൃത്യസമയത്ത് കൊണ്ട് എത്തിക്കാൻ നീ അല്ലല്ലോ എടുത്തോണ്ട് പോയത്, നിന്റെ കീശയിലാണോ പണം ഇരിക്കുന്ന ചോദിക്കുക. അങ്ങ് എടുത്തു കൊടുക്കാണ്ട് കല്യാണത്തിന് മുമ്പ്. അയ്യപ്പസ്വാമി ഒന്ന് നോക്കി ചിരിക്കുക മാത്രം ചെയ്തു. ഈ സമയത്ത് വാവർക്കും കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ കാശ് പറഞ്ഞു, പിന്നെ ഇവന് ശിക്കാരി ശമ്പു അല്ലേ ഇങ്ങനെ വേഷം കെട്ടി ഓരോന്ന് കാണിക്കാനായിട്ട്, പണം അങ്ങ് എടുക്കാൻ പറയുമ്പോൾ ഉടനെ അങ്ങോട്ട് എടുക്കാനായിട്ട്. കല്യാണം പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ എന്ന് പറയണ. പാറും പറയുന്നുണ്ട്, ഗിരിദേവന് ഇങ്ങനെയൊന്നും പറയരുത്. ഗിരിദേവൻ എന്തോ ഒരു അത്ഭുത ശക്തിയുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് എന്റെ അച്ഛൻ കുടിച്ചോണ്ടിരിക്കുന്ന, ഇപ്പൊ എന്റെ അച്ഛൻ മദ്യപാനം നിർത്താൻ കാരണം ഗിരിദേവനാ. ഗിരിദേവനെ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. കാശിക്ക് പിന്നെ അങ്ങോട്ട് കാശ് ഒഴി, പിന്നെ അങ്ങുള്ളാം എന്തോ മന്ത്രജാല വിദ്യയൊക്കെ ഉണ്ടെന്നാ എന്റെ വിചാരം, വെറുതെയാന്ന് പറയണം എന്ന് പറഞ്ഞ് ശിക്കാരിശമ്പോ ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കെന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ കൈ അങ്ങോട്ട് വാങ്ങുവാണ്. അയ്യപ്പസ്വാമി ആ കൈയും വെച്ച് കൊടുത്തു. പക്ഷെ അയ്യപ്പസ്വാമിയുടെ കയ്യിലേക്ക് കാശി കൈ വെച്ച് കൊടുത്തിട്ട് കാശി കൈ പിൻവലിക്കാൻ പറ്റില്ല. നല്ല വേദന എടുത്തു. അയ്യപ്പസ്വാമിയുടെ കൈയെ തൊട്ട് കഴിഞ്ഞപ്പോ തന്നെ കാശിക്ക് മനസ്സിലായി, ഇത് കളി ചെറുതല്ല, ഇത് വലിയ കളി തന്നെയാന്നുള്ള കാര്യം. എന്തോ ഒരു അത്ഭുത ശക്തി ഗിരിദേവനുണ്ടെന്ന് കാശിക്ക് മനസ്സിലായി. അല്ലെ ഇത്രയും ചെറിയ കുട്ടിയുടെ കയ്യിൽ നിന്നും ഇത്രയും നല്ല ബലം എങ്ങനെ വരുന്നേ, അങ്ങനെ ചിന്തയൊക്കെ കാശിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം അനു പറയുന്നുണ്ട്, എവിടുന്നാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പണം കിട്ടിയാൽ മതി. ഗിരിദേവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന തിരുമേനി പറഞ്ഞെന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക. വീട്ടിൽ ചെന്ന് പറഞ്ഞു, കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളാൻ ഞാനല്ലേ പറയണേ, പണം കിട്ടുമെന്നറിയാം. അപ്പൊ ബാവരും പറഞ്ഞു, ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണം കിട്ടും, ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കോളാൻ പറയണം. അങ്ങനെ അനു പോകാൻ പറയുമ്പോഴത്തേനും ചന്തു പറഞ്ഞു, ദേ അനുചേച്ചി, ഈ ചെറുക്കൻ പറഞ്ഞോർത്ത് അനുചേച്ചി വീട്ടിൽ ഇപ്പൊ എങ്ങനെയൊന്നും പറയണ്ട കേട്ടോ, വെറുതെ നാണം കിടുമെന്ന് പറയാട്. ഈ സമയത്ത് ഉണ്ണിമോള് പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ല ചന്തു, പണം കിട്ടുമെന്ന് പറഞ്ഞാൽ പണം കിട്ടുമെന്ന്, പിന്നെ ഇപ്പൊ അങ്ങ് പണം കിട്ടിയേക്കുമല്ലേ എന്ന് പറഞ്ഞൊരു പുച്ഛ ഭാവമായിരുന്നു ചന്തുവിന്റെ ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോകുന്നത്. ഉറപ്പായിട്ടും പണം കിട്ടും. ഇനിയിപ്പോ ഒരു ദിവസം കൂടെ ഉള്ളു കല്യാണത്തിന്. ആ കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു സിദ്ധനമ്മാവനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അത് അയ്യപ്പസ്വാമി പറഞ്ഞുവിടുക. അതായത് ബാബനാണ് ആ സിദ്ധവൈദ്യനായിട്ട് അല്ല സിദ്ധമ്മാവനായിട്ട് വേഷം മാറി അങ്ങോട്ട് വരുന്നത്. അതിന്റെ വിശേഷങ്ങൾ കൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കാരും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.